ആ അഖണ്ഡ ജ്യോതി തെളിയണം. എന്റെ പരമശിവനും പാർവതിക്കും നിത്യവും പൂജ നടത്തിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ പൂർവ്വ വൈഭവം തിരികെ കിട്ടണം. എങ്കിലേ ആ വംശത്തിന്റെ ശാപം മാറിക്കിട്ടുകയുള്ളൂ. പക്ഷേ ശാപവിമോചനത്തിനു വേണ്ടി ആരാണ് ഇവിടേക്ക് വരുന്നത്? സ്വാമിജി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങേക്കും ആ മഹാദേവനും ഞങ്ങളുടെ കുടുംബത്തോടുള്ള കോപം ഇനിയും മാറാനായില്ലേ സ്വാമി? എന്നോ ഞങ്ങളുടെ പൂർവികർ ചെയ്ത തെറ്റിന് ഒരു പാപവും ചെയ്യാത്ത ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുന്നത് എന്തിനാണ്? എന്റെ മോൾക്ക് കല്യാണം കഴിഞ്ഞ് കുറച്ചു നാൾക്കുള്ളിൽ അവളുടെ ഭർത്താവിനെ നഷ്ടമായി. മകളെയും നഷ്ടപ്പെട്ട് കുടുംബത്തിൽ നിന്ന് അകന്നുപോയി. ഇപ്പൊ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ തന്നെയാ. എന്റെ മൂത്ത കൊച്ചുമോൻ ചക്രക്കസേരയിൽ ഒതുങ്ങിക്കഴിയുകയാ. എന്റെ ഇളയ കൊച്ചുമോൻ അവന്റെ ഭാര്യയെയും എന്റെ കൊച്ചുമോളെയും അകന്ന് മനസ്സമാധാനം ഇല്ലാതെയാ ജീവിക്കുന്നത്. ഞങ്ങളെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇങ്ങനെ ഓരോ തലമുറയിലും കുടുംബത്തിലുള്ള പലർക്കായിട്ട് ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക. എപ്പോ എന്തും നടക്കുമെന്നുള്ളൊരു ഭയമാണ്. ജീവനുള്ളതുകൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ യാതൊരു സന്തോഷവുമില്ല. ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയുമില്ല. സത്യത്തിൽ ഒരു പുതിയ തലമുറ ഉണ്ടാകുമെന്ന് പോലും ഭയമാണ് സ്വാമിജി. ഞങ്ങളെ ഇതിൽ നിന്ന് കരകയറ്റി തരണം. ശാപമോക്ഷം നേടിത്തരണം സ്വാമിജി. ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് വന്നിരുന്നു. അന്ന് സ്വാമിയുടെ അനുഗ്രഹം കിട്ടിയിരുന്നില്ല. നിരാശയോടെ ഞങ്ങൾക്ക് മടങ്ങേണ്ടിയും വന്നു സ്വാമിജി. ഇപ്പൊ എന്റെ മക്കളോടൊപ്പം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യമെങ്കിലും ഞങ്ങളെ അനുഗ്രഹിക്കണം. തലമുറകളായി ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ ശാപത്തിൽ നിന്നൊരു മോക്ഷം തരണം. അനുഗ്രഹിക്കണം സ്വാമി. ഞങ്ങളുടെ വംശം അറ്റുപോകാതെ രക്ഷിക്കുവാനുള്ള ശക്തി അങ്ങേക്ക് മാത്രമേ ഉള്ളൂ. അനുഗ്രഹിക്കണം. എന്റെ കയ്യിലൊന്നുമില്ല. കർമ്മവിനെയാണ് അനുഭവിക്കുന്നത്. ആരോ എന്നോ ചെയ്ത കുറ്റത്തിന് ആരോ ചെയ്തതല്ല. നിന്റെ പൂർവീകര് തന്നെയാണ്. തലമുറകൾക്ക് മൊത്തം അവർ ശാപം നേടിത്തന്നിരിക്കുകയാണ്. അതാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ആ ആദി ദമ്പതികൾ ചെയ്ത അപരാധത്തിന് പ്രായശ്ചിത്തം ചെയ്താലേ നിന്റെ വംശത്തിന് പുനരുദ്ധാരണമുണ്ടാകൂ. അല്ലെങ്കിൽ
ഈ തലമുറയോടെ ഈ വംശം അസ്തമിക്കും. വംശം എന്ന് പറയുമ്പോ ഞാൻ ഈ വംശത്തിലുള്ളതല്ലേ? ഈ സ്വാമി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവരെല്ലാം പോയാലും ഈ വംശം നിലനിർത്താൻ ഞാനുണ്ടല്ലോ. എന്റെ ജീവൻ ബലി കൊടുത്തിട്ടാണെങ്കിലും എന്റെ വംശത്തെ ഞാൻ നിലനിർത്തും. പ്രാണൻ ത്യജിച്ചതുകൊണ്ട് പ്രായച്ചിത്തമാവില്ല. ആ പരമേശ്വരന്റെ അനുഗ്രഹം ലഭിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രായച്ചിത്ത പൂജ നടത്താനാവൂ. അനുഗ്രഹം കിട്ടും സ്വാമി, എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കോളൂ. കേട്ട് കാണുമല്ലോ, നമ്മുടെ വംശത്തിന്റെ അന്ത്യമാണത്രേ. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യാനല്ലേ, അറിയാ എനിക്ക്. കാല് വയ്യാത്തവരും പണിക്കാരും എല്ലാരും എഴുന്നള്ളിയിട്ടുണ്ടല്ലോ ഇങ്ങോട്ട്. നീ വാ വരണേ. ഊർമിളേ, എന്തിനാ എന്നെ അടിച്ചേ? അമ്പലമാണെന്ന് പോലും നിനക്ക് ഓർമ്മയില്ലേ? അമ്പലത്തിൽ ചെയ്യുന്ന പണിയാണോ ഇത്? വേണ്ടാത്ത പണി കാണിച്ച വായി പല്ല് കാണില്ല. അവിടെ അടങ്ങിയിരുന്നോണം. ആഹാ, വീട്ടിൽ വെച്ച് പിടിച്ചാൽ മാത്രം എന്തോ കോപ്പറേറ്റ് ചെയ്യുന്ന പോലെയാണല്ലോ പറയുന്നത്. എവിടെ ആയാലും നീ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നേ? നീ വിചാരിച്ച ദുരുദ്ദേശമൊന്നും എനിക്കില്ല. പിന്നെ എന്തിനാ പിടിച്ച് വലിച്ചേ? വല്യച്ഛൻ എന്താ പറഞ്ഞെന്ന് കേട്ടതല്ലേ? ദേവനെ അജയനെ നോക്കി നിങ്ങൾ വിചാരിച്ചാലേ ഈ വംശത്തിന്റെ വൃദ്ധി ഉണ്ടാവോ അന്ത്യം ഉണ്ടാവോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന്. അതെന്താ എന്നെ മറന്നേ? അപ്പൊ എന്റേത് ഈ വംശമല്ലേ? എന്നെ എന്താ കണക്കിലെടുക്കാത്തെ? അത് ശരിയാ, നിന്നെ പോലെ കഴിവില്ലാത്തവന്മാരെ ആരും കണക്കിലെടുക്കില്ലല്ലോ. ഊർമിളെ, ആരെന്നെ കഴിവില്ലാത്തവനെന്ന് പറഞ്ഞാലും നീ അങ്ങനെ പറയരുത്. അതിരിക്കട്ടെ, വല്യച്ഛന്റെ മനസ്സിൽ പേടിയുണ്ട്. ചക്ര കസേരയിൽ ഒതുങ്ങിക്കൂടി ഒന്നിനും കൊള്ളാതായ നിന്റെ ആ ഭർത്താവിന്റെ ഒപ്പം നിനക്ക് പറ്റുമോ ഊർമിളെ ആ ദീപം തെളിയിക്കാൻ? നിലമാളിക തുറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ദേവന്റെ കാര്യം അത് ചിന്തിക്കാനേ ഇല്ല. ഭാര്യയെ അരികിലിരുന്ന് പൂജ ചെയ്യാനുള്ള വൈദേഹി വീട്ടിലിരിക്കുക. കൂടെ ഉണ്ടെങ്കിലും ഭാര്യയുടെ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയില്ല. ഇനി ആരാധ്യയോടൊപ്പം പൂജ ചെയ്യാന്ന് വിചാരിച്ച കഴുത്തില് താലി കയറാത്തതുകൊണ്ട് അതിന് യോഗ്യതയില്ല. പോട്ടെ, താലി കേറിയാൽ ആ യോഗ്യത കിട്ടുമെന്ന് ചോദിച്ചാ രണ്ടാമത് കെട്ടുന്നതോടെ ദേവന് ആ യോഗ്യത നഷ്ടപ്പെടും. പിന്നെ ബാക്കിയുള്ളത് ഞാൻ മാത്രം. എപ്പോഴായാലും ആ അഖണ്ഡ ദീപം തെളിയിക്കുന്നതും നിലമാളിക തുറന്നുകൊണ്ട് ആഭരണങ്ങളെടുത്ത് ദൈവത്തെ അലങ്കരിക്കുന്നതും ഈ വംശത്തെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതും വംശവൃദ്ധി ഉണ്ടാക്കുന്നത് ഞാനായിരിക്കും. ഒത്തിരി ആവേശമൊന്നും വേണ്ട. ഇങ്ങനെ ആവേശം കാണിച്ച ഓരോ വട്ടവും പാളിപ്പോയിട്ടേ ഉള്ളൂ. ഛേ, അതിങ്ങോട്ട് താ, ഞാൻ എടുത്തോളാം. അധികം ഭാരമൊന്നുമില്ല, സാരില്ല, ഞാൻ എടുത്തോളാം ദേവേട്ട. ആ
കിളവി എന്തിനാ ദേവനെ ദേവേട്ടെന്നൊക്കെ വിളിക്കുന്നേ? എങ്ങനെയെങ്കിലും ഈ പൂജ നടക്കും ദേവേട്ട. മഹാദേവന്റെ അനുഗ്രഹം നേടണം. നമ്മളോട് കൂടി ഈ വംശം നശിക്കരുത്. വരും തലമുറകൾ സുഖസന്തോഷത്തോടു കൂടി ജീവിക്കണം. ഇത് നമ്മുടെ വംശത്തിന്റെ തലയിലെഴുത്ത് മാത്രമല്ല, നമ്മുടെ തലയിലെഴുത്ത് മാറ്റുന്നതാ. നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ പൂജ ചെയ്ത് ദൈവാനുഗ്രഹം നേടുകയാണെങ്കിൽ നീ തന്നെയാ വൈദേഹി എന്ന് പറയാൻ അതിനേക്കാൾ വലിയൊരു തെളിവ് മറ്റൊന്നും വേണ്ട. എല്ലാവരും നീ തന്നെയാ വൈദേഹി എന്ന് വിശ്വസിക്കുകയും ചെയ്യും. അതെ വൈദേഹി, ദേവൻ പറയുന്നതാണ് സത്യം. നീ വൈദേഹിയാണെന്ന് വിശ്വസിപ്പിക്കാൻ ഇതിലും വലിയൊരു അവസരം പിന്നെ കിട്ടിയെന്ന് വരില്ല. എങ്ങനെയെങ്കിലും നീ പൂജയ്ക്കിരിക്കണം. പോവാം വൈദേഹി, വാ, വാ നടക്ക. ചാതി, വാൻ ചാതി, ഇതാ കിളവിയല്ല ഓർമ്മളെ, ഇത് വൈദേഹിയാ. ഇപ്പോഴാണോ നിനക്ക് ബൾബ് കത്തിയത്? അവള് ദേവേട്ടെന്ന് വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായതാ. ദേവൻ ഉഗ്രം പ്ലാനാണല്ലോ ഇട്ടത്. വൈദേഹിയെ കിളവിയുടെ രൂപത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ പൂജയിൽ അവന്റെ അരികിലിരുത്തി അത് വിജയിക്കുകയാണെങ്കിൽ എല്ലാവരും അവളാണ് വൈദേഹി എന്ന് വിശ്വസിക്കും. അപ്പൊ അച്ഛൻ ആരാധ്യക്ക് വാക്ക് കൊടുത്തത് ഇൻവാലിഡ് ആവും. എന്താ ഒരു അതിമോഹം അല്ലേ? നല്ല ബുദ്ധിയാ ദേവന്. കൊള്ളാലോടെ ദേവ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി എന്താ ഊർമിള ചെയ്യണ്ടേ? അതുകൊണ്ടാ ഒത്തിരി ആവേശം വേണ്ടാന്ന് പറഞ്ഞത്. എന്തെങ്കിലും ഒരു തടസ്സം വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എടാ വരുണേ, ഞാനുള്ളപ്പോ ഇതിന് സമ്മതിച്ചു കൊടുക്കൂ? അവളുടെ ചായം വെളുപ്പിച്ച് കിളവിയല്ലാന്ന് ഞാൻ തെളിയിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് അവളെ അടിച്ചോടിക്കും. നീ നോക്കിയിരുന്നു.
ഞങ്ങളുടെ വംശത്തിന് തലമുറകളായി ഈ ശാപം അനുഭവിക്കാൻ വിധിയുണ്ടായിരിക്കണം. അത് ഇത്രയും കാലം അനുഭവിച്ചു. നീ ഒന്ന് വിചാരിച്ച എല്ലാ വിഘ്നങ്ങളും അകറ്റാൻ പറ്റുമല്ലോ. അന്നെങ്ങനെയോ എന്തിനങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്നറിയില്ല. പക്ഷെ പിന്നീടുള്ള തലമുറകളിൽ ഓരോ വ്യക്തിയും അന്നത്തെ ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിരുന്നു. എന്നിട്ടും എന്താ നീ ഞങ്ങളെ മോചിപ്പിക്കാത്തത്? എനിക്കെങ്കിലും അതിനൊരു അവസരം തരണേ വിഘ്നേശ്വര. പൂജയിൽ എന്നെ പങ്കെടുക്കാൻ അനുവദിച്ചുകൊണ്ട് എന്റെ കുടുംബത്തെയും എന്റെ വംശത്തെയും ഈ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു തരണേ. ഇനിയല്ല, ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ആ ശിക്ഷ എന്തായാലും എനിക്ക് തന്നേക്ക്. എന്നിട്ട് എന്റെ കുടുംബത്തെ വെറുതെ വിട്. പക്ഷെ എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ വൈദേഹിയാണെന്ന് എന്റെ കുടുംബത്തിൽ എല്ലാവരും വിശ്വസിക്കണം. അതിനുശേഷം എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം. തിരക്ക് കാണിക്കേണ്ട വൈദേഹി. ആ ശിക്ഷ നിനക്ക് ഞാൻ തന്നെ തന്നേക്കാം. വിഘ്നേശ്വരന്റെ അനുഗ്രഹം കിട്ടുന്നതിന് മുന്നേ ഞാൻ നിന്നെ നേരെ അങ്ങോട്ടേക്ക് തന്നെ അയച്ചേക്കാം. ഉണ്ടോ പോയോ ആള്? അതൊന്നും എനിക്കറിയില്ല. തൽക്കാലം അവൾ എണീക്കില്ലെന്ന കാര്യം ഉറപ്പാ. ഞാൻ ഇവളുടെ ചായം വെളുപ്പിച്ച് പുറത്താക്കിക്കൊള്ളാന്ന് പറഞ്ഞതല്ലായിരുന്നോ? എന്തിനാ നീ ഇങ്ങനെ ചെയ്ത്? ഇവള് ദേവൻ അറിയാതെയാണ് വന്നിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കാമായിരുന്നു. പക്ഷെ ആ ദേവനല്ല കൂട്ടിക്കൊണ്ടുവന്നത്. രണ്ടുപേരും ഒരുമിച്ച് ആ പൂജയ്ക്കിരിക്കാനും തീരുമാനിച്ചതാ. നീ എന്ത് പറഞ്ഞാലും അവൻ ഇവള് വൈദേഹിയാണെന്ന് വിശ്വാസമാണെന്ന് പറഞ്ഞ് അവൻ ഇവളെ പിടിച്ച് പൂജയ്ക്കിരുത്തും. അതുകൊണ്ട് അവൾ ഇവിടെ ഇല്ലാതിരിക്കുന്നത് തന്നെ നല്ലത്. തലക്കിട്ടൊരെണ്ണം കൊടുത്തു. ശരി, അതൊക്കെ പോട്ടെ. പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് മാറ്റിയേക്ക്. ദേവനെങ്ങാനും കണ്ട നമ്മുടെ കഥ കഴിയും. ശരി, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോയിക്കോ. ഇതിനു മുമ്പ് ഇതുപോലെ പറഞ്ഞത്. അവസാനം എന്താ ഉണ്ടായെന്നറിയാലോ. ഇപ്രാവശ്യം അവളിനി തിരിച്ചു വരരുത്. എടുത്തോണ്ട് പോ. എഴുന്നേക്ക്. ഏയ്, എഴുന്നേറ്റ് എഴുന്നേറ്റ്. എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? അമ്മ, എനിക്ക് എന്താ പറ്റിയേ? ആ, ഒന്നും പറ്റിയിട്ടില്ല. പുറത്തു പോവാൻ നോക്ക്. എല്ലാരും അമ്പലത്തിൽ പോയോ? പോയിട്ടിപ്പോ 2 മണിക്കൂർ കഴിഞ്ഞു. പോവാൻ നോക്ക്. ഏതമ്പലത്തിലാ? ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എല്ലാരും പോയേക്കുന്നെ. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സഹസ്രശീർഷ പുരുഷഃ സഹസ്രാക്ഷ സഹസ്രപാത് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദ്ദശാംഗുലം പുരുഷ